ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബിരിയാണി പരീക്ഷണമാണ്. ഞാൻ ആദ്യമേ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മിക്സിക്കകത്തിട്ട് അരച്ചു. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് അരച്ച് വരട്ടാനുള്ള ഇതിന് വേണ്ടിയാണ്. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഞാനൊന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തു. ചിക്കൻ കഴുകി എടുത്ത് വെച്ചേക്കാണ്. അതിനകത്തേക്ക് ചിക്കൻ അരച്ച് വരട്ടാനുള്ള ഗ്രേവിക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഒരു ഹാഫ് നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് നമ്മൾ ആ അരച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചു നമ്മുടെ ചിക്കനൊന്ന് അരച്ച് പുരട്ടി ഞാനൊന്ന് വെച്ചു. ചിക്കൻ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ അത് ആ മസാലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം കുറച്ച് നേരം ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിക്കനേൽ ഉപ്പും എരിയൊക്കെ പിടിക്കും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചിക്കനെല്ലാം നല്ലോണം അരച്ച് പുരട്ടിയിട്ട് ഞാനതൊന്ന് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ചെയ്യാൻ പോയത് നമ്മുടെ റൈസ് കഴുകി ഇടുകയാണ്. ഞാൻ ഈ ബിരിയാണിക്ക് ഞാൻ എടുത്തതെന്ന് പറയുന്നത് ജീരകശാല റൈസാണ്. ഇത് ഞാൻ നല്ലോണം കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ ഞാൻ വെച്ചു. കാരണം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുമ്പം നമുക്കൊരു ചോറ് നല്ല രീതിയിൽ വെന്ത് നമുക്ക് പെട്ടെന്ന് ഒത്തിരി നേരം കിടന്ന് വേവിക്കാതെ നമുക്ക് വെന്ത് കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മൾ ചിക്കൻ അരച്ച് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഞാനൊന്ന് ഷാലോ ഫ്രൈ എടുത്ത് ഞാൻ അതും മാറ്റി വെച്ചു. പിന്നെ ആ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയും ഞാനത് ഒരു സൈഡിലോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ചെറിയ പരിപാടിയുണ്ട്. പിന്നെ നമ്മൾക്ക് റൈസിന് വേണ്ട പരിപാടിയാണ്. ഞാൻ നെയ്ച്ചോറ് പോലെയാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറ് വെച്ചിട്ട് പിന്നെ അത് സെറ്റാക്കുകയാണ്, ബിരിയാണിക്ക് സെറ്റാക്കുകയാണ്. അതിന് വേണ്ടി ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് സവാള, പച്ചമുളക്, പിന്നെ ഗ്രാമ്പു, കറുവപ്പട്ട അതെല്ലാം ഇട്ട് ഒരിച്ചിരി നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിച്ചു. ചോറ് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അരി കുതിർക്കാൻ വെച്ചതൂടെ ഞാൻ ഇതിനകത്തോട്ട് അതൊന്ന് ഷാളോ ഫ്രൈ ചെയ്ത സവാളയൊക്കെ ഷാളോ ഫ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഇതിനകത്തോട്ട് തന്നെ വെള്ളം ഒഴിച്ച് അത് ചോറ് വേവിക്കാൻ വെച്ചു. റൈസ് കുക്കറിനകത്താണ് ഞാൻ വേവിക്കാൻ വെച്ചത്. ഇനി ഞാൻ ചെയ്യാൻ പോയത് നമ്മുടെ ചിക്കന് വേണ്ട ഗ്രേവി ഉണ്ടാക്കാനാണ്. അതിന് വേണ്ട സാധനങ്ങൾ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് മല്ലിയില, പുതിനയില, പിന്നെ തക്കാളി, ഇത്രയുമാണ് വേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്യാം. നമ്മുടെ റൈസ് തിളച്ചു. അരി ഒന്ന് തിളച്ച് എന്നിട്ട് ഞാൻ അടച്ചു വെച്ചു. നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ റൈസ് കുക്കറിൽ വെച്ചത് നല്ലോണം കറക്റ്റായിട്ട് പരുവത്തിൽ കിട്ടി. കാരണം ഒരു ചോറ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടി. കറക്റ്റ് പരുവത്തിന് നമ്മൾ ആ കറക്റ്റ് പരുവത്തിനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടിപ്പിടിക്കാറില്ല. അങ്ങനെ റൈസ് ഞാനൊരു സൈഡിലേക്ക് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്കുള്ളതാണ്. അതിന് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ മിക്സിക്കകത്തിട്ടേക്ക് ഒന്ന് ചതച്ച് അത് കഴിഞ്ഞ ശേഷം പുതിനയിലയും മല്ലിയിലയും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളി ഞാൻ എടുത്തു വെച്ചിരുന്ന ചിക്കൻ്റെ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഈ ചിക്കനുള്ള ഗ്രേവി ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ ആ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് വഴട്ടിയെടുത്തു. ഇത് പലരും പല രീതിയിൽ ചെയ്യും. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യമേ സവാള വഴട്ടുന്നവരുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് തക്കാളിയാണ് ആദ്യമേ ഇട്ടത്. അങ്ങനെ തക്കാളി നല്ലോണം വെള്ളമെല്ലാം വറ്റി എടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തു. ആ തക്കാളിയിലേക്ക് തക്കാളി വഴണ്ട് വരുന്ന ആ തക്കാളിയിലേക്ക് തന്നെ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലോണം വഴട്ടിയെടുക്കണം. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നിടം വരെ നല്ലോണം വഴട്ടണം. കാരണം എത്രയും വഴലുന്നോ അത്രയും ടേസ്റ്റാണ്. സവാളയൊക്കെ നല്ലോണം വഴണ്ട് എണ്ണ തെളിയുന്നത്. കാരണം ഗ്രേവി എത്രയും നല്ലോണം ഫ്രൈ ആവുന്ന അതിനനുസരിച്ച് ചിക്കൻ കറിക്കുള്ള ടേസ്റ്റ് കൂടും. അങ്ങനെ നല്ലോണം ഇത് ഇച്ചിരി ക്ഷമയോടെ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇച്ചിരി ടൈം എടുത്ത് അടിക്ക് പിടിക്കാത്ത രീതിയിൽ നമ്മളത് ചെയ്യണം.
അങ്ങനെ നല്ലോണം തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം വഴറ്റി നമ്മൾക്ക് എണ്ണ തെളിഞ്ഞ് വരണം. ഞാൻ സവാള ഒന്ന് ജസ്റ്റ് മൈക്രോവേവിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു, വെള്ളം ഒന്ന് വാറാൻ വേണ്ടി. കാരണം പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് അങ്ങനെ ചെയ്യേണ്ട, എല്ലാവരും ഡയറക്റ്റ് ഇട്ടാലും മതി. ഇപ്പം ഞാൻ മൈക്രോവേവ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തത്. അതിൻ്റെ അകത്തേക്ക് ആ ഗ്രേവിക്കകത്തേക്ക്, അതായത് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ആ ഒരു മിശ്രിതത്തിനകത്തോട്ട് ഈ സവാളയും കൂടെ ആഡ് ചെയ്ത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ഞാൻ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ കൂടെ, കാരണം ഞാൻ ഈ ചിക്കൻ കറിയിലേക്ക് വേറെ മസാലകളായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി അരച്ച് പുരട്ടി വെച്ചതിനകത്ത് ഇതെല്ലാം ചേർന്നുകൊണ്ട്, മുളക് പൊടിയൊക്കെ ചേർന്നുകൊണ്ട്, ഇവിടെ ഇച്ചിരി ഗ്രേവിക്ക് കളറ് വേണ്ട, എല്ലാവർക്കും എരി അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെയും മുളക് പൊടിയൊന്നും ഇടാഞ്ഞത്. കാരണം ഓൾറെഡി ഇതിനകത്തേക്ക് എല്ലാ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സവാളയൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗരം മസാല ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഗരം മസാല ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നല്ലോണം വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഇത് നല്ലോണം വഴണം. നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവമാണ് കറക്റ്റ് നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ഗ്രേവിയുടെ ഇതെന്ന് പറയുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാലൻസ് ഉള്ളത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യുക. ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ചിക്കൻ ആഡ് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ പെൻഡിങ്. നമ്മുടെ ആ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് മീൻസ് ആ വറുത്ത് വെച്ചതിൻ്റെ ബാലൻസുള്ള പൊടികളൊക്കെ നമുക്ക് ആവശ്യമാണ്. വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ആ ഗ്രേവിക്കകത്തേക്ക് ഞാൻ ആ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കന് ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒരു സെറ്റ് പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നമ്മളതൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മിച്ചമായ പരിപാടി എന്ന് പറയാനായിട്ട്. നമ്മൾ ഓൾറെഡി ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തതായതുകൊണ്ട് ഒത്തിരി വേവേണ്ട പരിപാടിയൊന്നും ഇല്ല ഇതിനകത്ത്. അതെ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുത്തു. ഇനിയും നമുക്ക് ദമ്മ് സെറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഈ സവാള ഫ്രൈ ചെയ്ത് ഇടാനുള്ളതാണ്. ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് സവാള ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്തേക്ക് തന്നെ കിസ്മിസും നമ്മുടെ കാഷ്യൂനട്ടും എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. നമുക്ക് എല്ലാവർക്കും കിസ്മിസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. കിസ്മിസൊക്കെ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച് മീൻസ് ആ ഫ്രൈ ചെയ്ത് വെച്ചത് അതിനകത്തേക്ക് ആ വെളിച്ചെണ്ണ, ആ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ജസ്റ്റ് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ്, കളറിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് വേറെ കളർസൊന്നും ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നമ്മുടെ റൈസും അങ്ങനെ റൈസ് കുക്കറിൽ സെറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ സെറ്റ് ചെയ്യാനുള്ള സവാളയൊക്കെ റെഡിയാണ്, ചിക്കൻ കറിയും റെഡിയാണ്. ഇനി സെറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാമല്ലോ, ബിരിയാണി സെറ്റ് ചെയ്യുന്നത് ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്യുക, അങ്ങനെ അടച്ച് വയ്ക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ചെറിയ രീതിയിലുള്ള തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ പറയാം, എന്നാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ കാണാത്തൊരു ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഇവിടെ കമൻറ്റ്സ് പറയുക. താങ്ക് യു.